പിന്നെ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഒരു ഒരു അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു റിവേഴ്സ് മൈഗ്രേഷന് പോലും ചാൻസ് ഉണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്ട്രോങ് എക്കണോമിയിൽ ഒന്നായി ഇന്ത്യ എമർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വൻകിട കമ്പനികളൊക്കെ അവരുടെ പ്രൊഡക്ഷൻ ഹബ്ബുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. ഒരു 70-80% ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 80 crore ഓഫ് അവർ പോപ്പുലേഷൻ ഈസ് ബിലോ ദ ഏജ് ഓഫ് 40. അപ്പൊ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ ഈ മാർക്കറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിരിക്കും ലോകരാജ്യങ്ങളൊക്കെ ഇനി ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും യുവജനങ്ങളുള്ള ഇന്ത്യ ഒരു ഫോക്കസ് ആയിരിക്കും ലോകത്ത്. ഇവിടെ ഒരു മാർക്കറ്റ് വളരും, ഇവിടെ ഒരു എക്കണോമി വളരും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കുട്ടികളെന്ന നിലയിൽ അവർക്ക് സാധ്യതകൾ നഷ്ടപ്പെടാതിരിക്കാൻ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇന്ത്യയെ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഒരു ഓപ്പർച്യൂണിറ്റി നാളെ വന്നാൽ ഞാൻ ഈ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ, അല്ലെ ഞാനിപ്പോൾ എടുത്ത ഡിഗ്രികളൊക്കെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കാനഡയിൽ നിന്ന് വിളിച്ച ഒരു പയ്യൻ ചോദിച്ചൊരു ചോദ്യം ഇത് തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവൻ പഠിച്ചിരിക്കുന്ന ആ കോഴ്സും ആ യൂണിവേഴ്സിറ്റിയും ഒന്നും ഇന്ത്യയിൽ ഒരിക്കലും ഒരു വാല്യൂവും കിട്ടാത്തതാണ്. അതാണ് അവൻ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ. അപ്പോൾ 10-30 ലക്ഷം രൂപ മുടക്കി പോയി പഠിച്ച ഒരാളാണ്. അവിടെ PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, ആ കുട്ടിക്ക് തിരിച്ചു വരേണ്ട വരുന്നു. പക്ഷെ ഇന്ത്യയിൽ വരുമ്പോൾ ആ പഠിച്ച സാധനങ്ങൾ ഇന്ത്യയിൽ ഒരു സാധ്യത കിട്ടാനുള്ള ഒരു സാധ്യതയും തൽക്കാലമില്ല. അപ്പോൾ വളരെ ഡിസപ്പോയിന്റഡ് ആയി നിൽക്കുന്ന ഒരു പയ്യനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കേസുകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ദൈനംദിനമായിട്ട് അത്തരം കേസുകൾ ഇടപെടുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഒരു കരിയറിനെ പറ്റി ചിന്തിക്കുമ്പോൾ പേരൻസ് ഒരുപാട് ഇമോഷണലാണ്. കുട്ടികളൊക്കെ ഈ വലിയ 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 കോഴ്സുകളൊക്കെ പഠിക്കണമെന്ന് വലിയ നിർബന്ധമുള്ളവരാണ് പേരൻസ്. പല പേരൻസും അങ്ങനെയാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. കാരണം കരിയർ ഈസ് നോട്ട് ആൻ ഇമോഷണൽ മാറ്റർ, ഇറ്റ് ഈസ് എ റാഷണൽ മാറ്റർ. നമ്മൾ വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് വേണം ഒരു കരിയറിലേക്ക് പോകാൻ. വികാരം കൊണ്ട് പോകരുത്. കാരണം കുട്ടികൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാൻ, ഒരു ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു പേഴ്സണൽ കോമ്പീറ്റൻസി ഇല്ലെങ്കിൽ ആ ഫീൽഡിൽ പോയി അവർ സ്ട്രഗിൾ ചെയ്യുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഓട്ടോമേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു 50% ജോബ് ലോസ് എല്ലാ മേഖലയിലും വരും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓൺലി ദ ബെസ്റ്റ് ആൻഡ് ദ കോമ്പീറ്റന്റ് വിൽ ഗെറ്റ് ജോബ്. അപ്പൊ ഏത് ഫീൽഡിലും ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ജോലി കിട്ടുക. അപ്പോൾ വളരെ കോമ്പീറ്റൻസി ഇല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്റ്റീജിയസ് ഫീൽഡിലൊക്കെയാണ് പോകുന്നതെങ്കിലും വലിയ കോമ്പീറ്റൻസി ഇല്ലെങ്കിൽ ചാൻസ് ഇല്ല. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ധാരാളം കുട്ടികളാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നത്. ഈ കോവിഡ് ടൈമിൽ കമ്പ്യൂട്ടർ സയൻസിന് ഭയങ്കര ഒരു ഡിമാൻഡ് ഉണ്ടായി. കാരണം ഓൺലൈൻ കമ്പനീസും അല്ലെ ഓൺലൈൻ സർവീസുകളും എല്ലാം വളരെയധികം കൂടുകയും കമ്പ്യൂട്ടറിന്റെ ഒരു ബാക്കപ്പ് എഞ്ചിനീയറിംഗിലൊക്കെ വലിയ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്തപ്പോൾ എല്ലാവരും തന്നെ കമ്പ്യൂട്ടറിലേക്ക് പോയി. പക്ഷെ ഇപ്പോൾ ഒരു റിവേഴ്സ് സിറ്റുവേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ കമ്പ്യൂട്ടർ മേഖലയിലേക്ക് വരുമ്പോൾ ബേസിക് കോഡിംഗ് പോലുള്ള കാര്യങ്ങളിൽ ജോബ് ലോസ് വളരെയധികം കൂടുകയാണ്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ ഒരു ഡേറ്റ, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വളരെ നിശബ്ദമായി ബാംഗ്ലൂരിൽ മാത്രം ജോലി നഷ്ടപ്പെട്ടത് IT മേഖലയിൽ 50,000 പേർക്കാണ്. ഇതാണ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡേറ്റ അവൈലബിൾ ആയതുകൊണ്ടാണ് ആ ഡേറ്റയെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. നിശബ്ദമായിട്ടാണ് സംഭവിച്ചത്. ഇത് പുറത്താരും അറിയുന്നില്ല. കാരണം പലതരത്തിൽ ജോലികൾ പതുക്കെ 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 നഷ്ടപ്പെട്ട് കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് കോവിഡിന് ശേഷം ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കോവിഡ് കാലത്ത് ഉണ്ടായ ആ ഒരു ഓവർ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ബാലൻസ് ചെയ്ത് അത് റിവേഴ്സ് ചെയ്ത് ജോബ് ലോസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും വേറൊരു പ്രശ്നം എന്താണ്, ഈ ബേസിക് കോഡിംഗ് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഈ ബേസിക് കോഡിങ്ങിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന ജോലികളൊന്നും നാളെ കിട്ടില്ല. അപ്പൊ ഈ ബേസിക് കോഡിങ്ങിലും ഈ ബേസിക് ആയിട്ടുള്ള ഒരു ലോവർ ലെവലിലും ഒക്കെയാണ് അധികം വലിയ മിടുക്കില്ലാത്ത ആൾക്കാരൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചിട്ട് ഇതുവരെ ചേക്കേറി ഇരുന്നതെങ്കിൽ ഇനി അങ്ങനെയുള്ള മേഖലയിൽ പോയി അവർക്ക് ഇരിക്കാൻ ഒരു ഇടമില്ല. കാരണം കമ്പ്യൂട്ടർ മേഖലയിൽ വരുന്ന ഒരു പ്രശ്നം, ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പ്യൂട്ടർ പ്രൊഫഷണൽസും ഒരു മിഡിൽ മാനേജ്മെന്റ് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനും ഒക്കെ ഇനിയും ചാൻസ് ഉള്ളൂ. അവരാരാണെന്ന് ചോദിച്ചാൽ വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകളാണ്. അപ്പം അതാരാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കണക്കിന് വളരെ മിടുക്കരായ കുട്ടികളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ലോജിക്കൽ സ്കില്ലും അനലിറ്റിക്കൽ സ്കില്ലും റീസണിങ് സ്കില്ലും ഒക്കെ വളരെ
ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ് ഈ കോമ്പീറ്റൻസി ഉള്ളവർ. അപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ, കമ്പ്യൂട്ടറിന് ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെല്ലാം കമ്പ്യൂട്ടറിന് വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ അറിയാം, കമ്പ്യൂട്ടറിൽ പടം വരയ്ക്കാൻ അറിയാം, അതൊന്നും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ഒരു കോമ്പീറ്റൻസി അല്ല. കമ്പ്യൂട്ടർ മേഖലയിലുള്ള കോമ്പീറ്റൻസി എന്ന് പറയുന്നത് യുവർ മാത്തമാറ്റിക്കൽ, അനലിറ്റിക്കൽ, ലോജിക്കൽ സ്കില്ലാണ്. ഈ സ്കില്ല് നന്നായിട്ടില്ലാത്ത ആൾക്കാർ അത്തരം മേഖലകളിൽ ഇനിയും പോയാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതൊരിക്കും ഒരു ഒരു പിന്നെ വൈകാരികമായ മാറ്റർ അല്ല. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ വിദേശ രാജ്യത്ത് MBBS പഠിക്കാനായിട്ട് വിടുന്നുണ്ട്. ഇത് വേറൊരു വൈകാരിക അവസ്ഥയാണ്. കാരണം അയാൾ ഡോക്ടറായി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ഒക്കെ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് പലരും വിദേശ രാജ്യത്തേക്ക് കുട്ടികളെ മെഡിസിന് വിടുന്നു. ഇപ്പൊ ജോർജിയ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ധാരാളം കുട്ടികളാണ് പോകുന്നത്. പക്ഷെ എത്ര പേർക്കാണ് ഒരു ഈക്വലൻസി എക്സാം പാസ്സാകാൻ സാധിക്കുന്നത്? ഏകദേശം നമ്മൾ ഒരു ഒരു ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കിയാൽ 15% കുട്ടികൾക്കാണ് ഇതൊരു മെഡിക്കൽ പ്രൊഫഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം എന്താണ്? ഒരുപാട് കുട്ടികൾ ഡിസപ്പോയിന്റഡ് ആയി മാറുകയാണ്, ഫ്രസ്ട്രേറ്റഡ് ആയി മാറുകയാണ്, വഴിതെറ്റി പോവുകയാണ്, പല പ്രശ്നങ്ങളിലും ചെന്ന് വീഴുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വൈകാരികമായി കരിയറിനെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ ഒരു എക്സ്പേർട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഏത് മേഖലയിലാണ്, അവിടെയാണ് നമ്മുടെ ഒരു കരിയർ വിസ്ഡം പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത്. മാത്രമല്ല, ഇത് മാത്രം പോരാ. ഒരു കരിയറിൽ ഇനിയും പോയി സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഇതിലൂടെ എല്ലാ പേരൻസും കുട്ടികളും മനസ്സിലാക്കണം. ബിക്കോസ് ഈ ഇനി അങ്ങോട്ട് ഒരു കരിയർ ഫോർ ലൈഫ് എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്കൊരു ജീവിതകാലം മുഴുവൻ ഒരു കരിയർ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ചിലപ്പോൾ നമുക്കുണ്ടായി എന്ന് വരില്ല. നമുക്ക് ഈ കരിയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും, അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിലേക്കൊക്കെ പോകേണ്ടി വരും, കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടി വരും. പല ഇഷ്യൂസും അങ്ങനെ ഉണ്ടാവാം. കാരണം ഈ ഓട്ടോമേഷൻ കാരണം പല മേഖലയിലും ജോലികൾ നഷ്ടപ്പെടുകയും കോമ്പറ്റീഷൻ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ 5 വർഷത്തിലും 10 വർഷത്തിലും ഒരിക്കൽ ചിലപ്പോൾ ജോലിയോ മേഖലയോ ഒക്കെ മാറേണ്ടതായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, ഈ അൺസർട്ടനിറ്റി കൂടുമ്പോൾ, ചാലഞ്ചസ് കൂടുമ്പോൾ, ആഡ്വേഴ്സിറ്റീസ് ഒക്കെ കൂടുമ്പോൾ, അത് അങ്ങനെ ഒരു ലോകത്തേക്കാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ എക്വിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കരിയർ, ഒരു ഡോക്ടറായിട്ട് ജീവിതം ആരംഭിക്കുന്ന ഒരാള് ജീവിതകാലം മുഴുവൻ ഡോക്ടറായിട്ട് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരവസ്ഥയിൽ നിന്ന് കാര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് തുടങ്ങുന്ന ഒരാളിനെ എഞ്ചിനീയർ ആയിട്ട് തന്നെ നമുക്ക് അവസാനിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ച് ഒരു 10 കൊല്ലമൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വലിയ ടെക്നോളജി ഡിഫറൻസ് ഉണ്ടാവുകയും പിന്നെ ഒബ്സലീറ്റ് ആയി പോവുകയും പിന്നെ ആ രംഗത്ത് പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത കോമ്പീറ്റൻസി ഇല്ലാതായി പോവുകയും ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അൺലെസ് ആൻഡ് അതർവൈസ് എ ഫ്യൂ ഓഫ് ദം കുഡ് ഏബിൾ ടു അപ്ഡേറ്റ് ആൻഡ് ഫ്ലറിഷ്. അത് വളരെ കുറച്ച് പേരെ അങ്ങനെ സാധിക്കുള്ളൂ. അപ്പം എഞ്ചിനീയർ ആയിട്ട് തുടങ്ങിയ ഒരാൾ 10-15 വർഷം കഴിയുമ്പോൾ എഞ്ചിനീയർ അല്ലാത്ത ഒരു മേഖലയിൽ ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അങ്ങനെ പിന്നെ ഭാര്യയും ഭർത്താവും കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുമ്പോൾ ഭാര്യയ്ക്ക് ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കും, ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇനിയും മനുഷ്യൻ നേരിടേണ്ടി വരുന്നത് കൊണ്ട് പേരൻസിനോട് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുട്ടികളുടെ പേഴ്സണാലിറ്റിയും മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ലൈഫ് സ്കിൽസും ഒക്കെ പരമാവധി പരിപോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. യു ഷുഡ് ഓൾവേസ് ട്രൈ ടു ഡെവലപ്പ് ദെയർ ഇമോഷണൽ കോഷ്യൻ, മെന്റൽ ഹെൽത്ത്, പേഴ്സണാലിറ്റി, ലൈഫ് സ്കിൽസ് ആൻഡ് സോ ഓൺ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആവശ്യമാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും നേരിടാൻ പറ്റുന്ന ഒരു കരുത്ത് അവർക്ക് ആവശ്യമാണ്. ഇന്ന് കുട്ടികളിൽ കാണുന്ന ഒരു കുഴപ്പം, ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ പോലും മെന്റലി അവര് സ്ട്രഗിൾ ചെയ്യാണ്, ഇമോഷണലി സ്ട്രഗിൾ ചെയ്യാണ്. വലിയ പ്രശ്നമാണ്. ഇപ്പോൾ പോലും ഒരല്പം മുമ്പ് എന്നെ വിളിച്ച ഒരു പേരന്റ് +2 കഴിഞ്ഞ കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല, എങ്ങും ആരെയും കാണാൻ പോലും പോകുന്നില്ല. പേരൻസ് ആകെ കൂടെ വിഷമിക്കുകയാണ്. കാരണം എന്നാ, നമ്മൾ ചെറിയ പ്രായത്തിലെല്ലാം കുറെ ട്യൂഷനും കൊടുത്ത് കുറെ കോച്ചിങ്ങും കൊടുത്ത് എങ്ങനെങ്കിലുമൊക്കെ മാർക്ക് ഒപ്പിച്ച് പഠിപ്പിച്ച് ഒരു ബ്രോയിലർ ചിക്കൻ പോലെ നമ്മുടെ കുട്ടികളെ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവർ തളർന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഇതിനിടയിലായി നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എല്ലാ മൈൽ സ്റ്റോൺസും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു ഏർലി ടീൻ എന്നൊക്കെ പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടൈമാണ്. ഈ സമയത്ത് നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കുട്ടികളിൽ ഉണ്ടാവണം. പേരൻസ് അവരോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടാവണം, അവരുടെ മനോവ്യാപാരങ്ങൾ അറിയണം, അവർ മാനസികമായി ഓക്കെ ആണോ, ഇമോഷണലി ഓക്കെ ആണോ, ഫിസിക്കലി ഓക്കെ ആണോ,
അവർക്ക് ആവശ്യത്തിന് ലൈഫ് സ്കിൽസ് ഉണ്ടോ? രണ്ടു വാക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അറിയാമോ? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാമോ? ഒരു തീരുമാനം എടുക്കാൻ അറിയാമോ? നല്ല ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടോ? അവരെ കൊള്ളാമെന്ന് തന്നെ അവർക്കൊരു ബോധമുണ്ടോ, ബോധ്യമുണ്ടോ? അവരെ എന്തിന് കൊള്ളാമെന്ന് അവർക്ക് തിരിച്ചറിയാമോ? ഓൾ ദീസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു സർവൈവ് ഇൻ എ വെരി വെരി ചലഞ്ചിങ് വേൾഡ്. അപ്പൊ ഈ നമ്മൾ ആരും ജീവിച്ച ഒരു ലോകത്തിലേക്കല്ല നമ്മുടെ കുട്ടികൾ പോകാൻ പോകുന്ന, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ്. അതുപോലെ വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് അവരുടെ വാല്യൂസും ക്യാരക്ടറും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരതിനെ ഉയർന്നു നിൽക്കാൻ അവർക്ക് കഴിയണം. ഇപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയൊരു സംഭവമാണ് ഒരു IB ഓഫീസർ, ഒരു 24 വയസ്സുള്ള പെൺകുട്ടി IB ഓഫീസർ പിന്നെ മരണപ്പെട്ട ഒരു വിഷയം നിങ്ങൾക്കെല്ലാം അറിയാം. ആ കുട്ടി പിന്നെ ആത്മഹത്യ ചെയ്തതാണ്. 24 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതിന് കാരണക്കാരനും ഒരു IB ഓഫീസറാണ്. ഈ IB ഓഫീസർ പിന്നെ മിഡിൽ ഈസ്റ്റിൽ പഠിച്ച ഒരു പയ്യനാണ്. അവന്റെ വാല്യൂസ് എന്താണ്, അവന്റെ ക്യാരക്ടർ എന്താണ്? അവനെ മിഡിൽ ഈസ്റ്റിൽ പഠിച്ചിട്ട് നാട്ടിൽ വന്ന് കോളേജിലൊക്കെ പഠിച്ച് അവനൊരു IB ഓഫീസറായി. പക്ഷെ അവന് ഒരു യാതൊരു സൈക്കോളജിക്കൽ ഹെൽത്തും ഇല്ലാത്ത, യാതൊരു വാല്യൂസും ഇല്ലാത്ത ഒരു വളരെ മോശപ്പെട്ട ക്യാരക്ടറുള്ള ഒരാളായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഈ മിസ്യൂസ്ഡ് എ ലോട്ട് ഓഫ് ഗേൾസ്. മാത്രമല്ല അവരുടെ പണമെല്ലാം പിടിച്ചെടുക്കുക, പലതരത്തിൽ ഇതെല്ലാം നമ്മൾ കാണുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഈ സ്കൂളിംഗ് ഒക്കെ ആ പയ്യനെ സംബന്ധിച്ച് സ്കൂളിംഗ് ഒക്കെ മിഡിൽ ഈസ്റ്റിൽ നടന്നതാണ്. അദ്ദേഹത്തിന്റെ പേരൻസ് എല്ലാം മിഡിൽ ഈസ്റ്റിലായിരുന്ന ആളാണ്. നാട്ടിൽ വന്നപ്പോഴും ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ പല കുട്ടികൾക്കും ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, റിലേഷൻഷിപ്പ് ഇല്ല, വാല്യൂസ് ഇല്ല, കൾച്ചർ ഇല്ല, ക്യാരക്ടർ ഇല്ല. ഇത് എല്ലാവരുടെയും കാര്യമല്ല. ഇത് ശ്രദ്ധിക്കുന്നിടത്ത് ഇതൊക്കെ ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്. കരിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരുന്നതാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ കൊണ്ടാണ് പലരും ഇന്നത്തെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, അതല്ല. ഒരു കോഴ്സിന് ചേരുന്നതോ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നതൊന്നും അല്ല. എത്രയോ പേര് ഡോക്ടേഴ്സ് ആയിട്ട് ദേ കാൺ ലിവ് എ സക്സസ്ഫുൾ ലൈഫ്. എത്രയോ പേര് എഞ്ചിനീയേഴ്സ് ആയിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ എത്രയോ കുട്ടികൾ ഡ്രഗ് അഡിക്ഷന്റെ പേരിലും ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ പേരിലും സെക്സ് റാക്കറ്റിന്റെ പേരിലും ഒക്കെ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പിടിക്കപ്പെടുന്നു മലയാളി കുട്ടികൾ. ഈ കുട്ടികളെല്ലാം ചെറിയ പ്രായത്തിൽ വലിയ വലിയ പോഷ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ പഠിച്ചവരാണ്, വളരെ വലിയ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിച്ചവരാണ്, അവിടെ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് ആയവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വി ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ദ അക്കാഡമിക് ആസ്പെക്ട് ഓഫ് എ ചൈൽഡ് മോർ ദാൻ ദാറ്റ്. If anybody wants to have a decent career, we must grow ourselves in an integrated way. കാരണം നല്ലൊരു കരിയർ ഉണ്ടാവണമെങ്കിൽ നല്ല ലീഡർഷിപ്പ് നമുക്കുണ്ടായിരിക്കണം. ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും കഴിവും ഉണ്ടായിരിക്കണം. അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെറിയ പ്രായം മുതലേ കുട്ടികൾ ഗ്രൂം ചെയ്യപ്പെടണം. കരിയർ എന്ന് പറയുന്നത് ഒരു കോഴ്സ് അല്ല. കരിയർ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര വലിയ കോഴ്സുകൾ പഠിച്ച് ഇറങ്ങി വന്നാലും നിങ്ങളുടെ കോമ്പീറ്റൻസിയും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടും. അതിനനുസരിച്ചാണ് നിങ്ങളുടെ സക്സസോ ഫെയിലിയറോ ഒക്കെ നാളെ ഉണ്ടാവുന്നത്. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. കുട്ടികളെ ഫോഴ്സ് ചെയ്ത് ഒരു കോഴ്സും എടുപ്പിക്കാതിരിക്കുക. കുട്ടികൾ പറയുന്നതെല്ലാം അതുപോലെ അങ്ങ്, അതാണ് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പേരൻസ് ആണോ തീരുമാനം എടുക്കേണ്ടത്, കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ചാണോ വിടേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് രണ്ടും വാലിഡേറ്റ് ചെയ്യപ്പെടണം. കാരണം പേരൻസ് ഒരു സജഷൻ കൊടുത്താൽ അത് എന്തിന്റെ ബേസിസിലാണ്? അത് വാലിഡേറ്റ് ചെയ്യണം. മൂന്നാമതൊരാൾ അത് വാലിഡേറ്റ് ചെയ്യണം. കുട്ടികൾ പറയുന്ന എല്ലാത്തിനും കുട്ടികളെ വിടരുത്. ഇപ്പൊ എനിക്കറിയാവുന്നൊരു ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്തൊരു കേസാണ്. UAE-ലുള്ളൊരു ബോയ് ആണ്. പൈലറ്റ് ആണോ എന്ന് പറഞ്ഞു. നാട്ടിൽ പറഞ്ഞു വിട്ടു. പൈലറ്റിംഗ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 1,20,00,000 രൂപ ചിലവാക്കി കഴിഞ്ഞു. പക്ഷെ പൈലറ്റിംഗ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യന് ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ പ്രശ്നമാണ്. ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈലറ്റിംഗ് ലൈസൻസും നമുക്ക് കിട്ടത്തില്ല. കിട്ടിയ ലൈസൻസ് ഇവിടെ ക്യാൻസലായി പോവും. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കുട്ടികൾ പറയുന്നതാണെങ്കിലും, അപ്പോൾ പേരന്റ് എന്നോട് പറയുന്നു, സാറേ ഇതിൻ്റെയൊക്കെ തുടക്കം നേരത്തെ മുതലേ ഉണ്ടായിരുന്നു, പക്ഷെ അവനതൊരു വാശിയായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ വിട്ടത്. അപ്പോൾ നേരത്തെ തന്നെ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരുന്ന ആളാണ്. പക്ഷെ കൊടുക്കാതെ പൈലറ്റിംഗ് ട്രെയിനിങ്ങുമായിട്ട് പോയ സമയത്തൊക്കെ പ്രത്യേകിച്ച് മദ്യവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടുകയും അതെല്ലാം ആ കുട്ടിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യുകയും ചെയ്തു.
അപ്പോൾ ഇനി അത് റിക്കവർ ചെയ്ത് വീണ്ടും അത് റീഅപ്ലൈ ചെയ്ത് പുള്ളി അത് നേടിയെടുക്കണം. എന്തായാലും ഇറ്റ് ഇസ് ട്രൂ ചലഞ്ച്. അപ്പൊ എവിടെയെല്ലാമാണ് അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നത് അപ്പൊ നമുക്കറിയാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇന്റഗ്രേറ്റ്, അതുകൊണ്ട് വെറും വൈകാരികമായി കുട്ടികൾ പറയുന്നതെല്ലാം അതിനു വേണ്ടി വിട്ടിട്ട് കാര്യമില്ല. പിന്നെ ചില കുട്ടികളൊക്കെ പലതും പറയുമ്പോൾ അവർ അതിനുവേണ്ടി ശരിക്കും എഫേർട്ട് ഇടുന്ന കുട്ടികളാണോ? ചില ഫീൽഡൊക്കെ വലിയ എഫേർട്ട് ആവശ്യമാണ്, വലിയ എഫേർട്ട് വേണ്ട. ഇപ്പം നീറ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ നാട്ടിൽ നീറ്റിന്റെ പിന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെ നമ്മൾ വന്ന് ഒരു കൊല്ലം സസ്റ്റെയിൻ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പല കുട്ടികൾക്കും അതിനുള്ള ഒരു ടെമ്പർമെന്റ് ഇല്ല, പല കുട്ടികൾക്കും അതിനുള്ള ഒരു സൈക്കോളജിക്കൽ ഹെൽത്ത് ഇല്ല. അപ്പോൾ വെറും വൈകാരികമായി ഞാനൊരു ഡോക്ടർ ആകും എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഒരു മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ എത്തണമെങ്കിൽ 10-15 വർഷം അതിശക്തമായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ഒരു റെക്കഗ്നൈസ്ഡ് കോമ്പീറ്റന്റ് ഡോക്ടറൊക്കെ ആയി മാറാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്രയും കാലം പഠനത്തിലൊക്കെ സീരിയസ് ആയിട്ട് നിൽക്കാനും ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് നിൽക്കാനും പല പ്ലഷേഴ്സും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കാനും ഒക്കെ കഴിഞ്ഞാലേ അവർക്ക് വലിയ അച്ചീവ്മെന്റുകളൊക്കെ നേടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വലിയ അച്ചീവ്മെന്റ് ഒക്കെ നേടണമെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒന്നുകിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ് അനുസരിച്ച് എഫേർട്ടുകൾ കൂട്ടുക, അല്ലെങ്കിൽ എഫേർട്ട് കുറവാണെങ്കിൽ അച്ചീവ്മെന്റ് നിങ്ങളുടെ ഗോൾസ് താഴോട്ട് കൊണ്ടുവരിക.